മോഹിനിയാട്ടം എന്ന സിനിമ ഒരു നിറഞ്ഞ സദസ്സിൽ കയ്യടികളോടുകൂടി തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങി വന്നതിന് ശേഷം ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം മോഹിനിയാട്ടം വലിയ വിജയത്തിലേക്ക് ഒരു സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുമ്പോൾ സിനിമയുടെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി ചേരുന്നു. നമസ്കാരം. നമസ്കാരം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ആദ്യം ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് ഒരു വിമർശനം ഉണ്ടായിരുന്നു. ഇതിനത്ര തമാശയില്ല. തമാശയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര തമാശ കിട്ടിയില്ല എന്നുള്ളത്. എവിടെയും തമാശ പടാന്ന് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ടീമിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് നികത്തിയേക്കാം. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ ഭരതനാട്യം എന്തുകൊണ്ട് തിയേറ്ററിൽ പാളി എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് നമ്മളായിട്ട് അതെ, നടത്തുമല്ലോ. അതെ, അതെ, അതെ. പലരും പലതും പറയുന്നുണ്ടാവും. അപ്പൊ അതിൽ നമുക്കും ശരിയെന്ന് തോന്നുന്ന ഉം, കാര്യങ്ങളുണ്ടാവുമല്ലോ. ഉം, ഉം. അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പൊ ഈ അന്ന് തിയേറ്ററിൽ പരാജയപ്പെടാൻ വേറെയും എക്സ്റ്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഉണ്ട്. ഉണ്ടായിരുന്നു. അത് അതെ, അതെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അതെ. അതുകൊണ്ടാണ് അത് പാളിയതെന്ന് പറഞ്ഞിരുന്നത് നമുക്ക് മെച്ചം ഉം, ഉണ്ടാവില്ല ഉം, മുന്നോട്ട് ഉം, പോകുമ്പോൾ. ഉം, അപ്പൊ സ്ക്രിപ്റ്റ് പരമായിട്ട് നമ്മൾ എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഉം. പ്രത്യേകിച്ച് ആ പടത്തിന്റെ സീക്വലാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവിടെ പാളിയത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവന്മാർക്കിത് ഒരു വട്ടം പൊട്ടിച്ചു കൊടുത്ത് പോരെ, വീണ്ടും അതേപോലെ തന്നെ വന്നോന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പടത്തിലോട്ട് ഇന്നാവാൻ കുറച്ച് സമയമെടുത്തിരുന്നു ഉം. എന്നുള്ളത്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിന് പരിധിവരെ. പിന്നെ തമാശകൾ കുറവായിരുന്നു. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉം. ഞാനായിട്ട് എവിടെയും അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഉം. ഉം. കോമഡി പടാന്നുള്ള പോലെ. കോമഡി ഫ്ലേവറിലുള്ളൊരു ഉം. പടം എന്നുള്ളത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള പടം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ കോമഡി ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഉം. ഉം. എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിതിൽ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഒരു ഉം. ചെറിയ വീടിനകത്തുള്ള കുഞ്ഞു സംഭവത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇവന്റ് ഫുൾ ആക്കണം. ഓരോ റീലിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ 20 മിനിറ്റിലും പുതിയ പുതിയ പരിപാടികൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം നമ്മൾ പർപ്പസ്ഫുള്ളി ഡിസൈൻ ഉം. ചെയ്തത് തന്നെയാണ്. 20 മിനിറ്റിലൊരു ഹൈ. ഹൈ. ആ, 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 ആ. അല്ലെങ്കിൽ എന്തെങ്കിലും ടേൺസ് ആ, ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ. എന്തെങ്കിലും പുതിയ ക്യാരക്ടർ എൻട്രി എന്തെങ്കിലുമൊക്കെ മാറ്റം മാറിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പർപ്പസ്ഫുള്ളി ഡിസൈൻ ചെയ്ത് തന്നെയായിരുന്നു റൈറ്റിംഗ് ഉം. തന്നെ. ഉം. ഉം. ഇപ്പൊ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ആദ്യ പ്രതികരണം എന്താണ്? എനിക്ക് തോന്നുന്നു ഇനീഷ്യലി തരുൺമൂർത്തി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇനീഷ്യലി ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞിരുന്നു. അതെ, അതെ. ഇപ്പൊ എന്തൊക്കെയാ വരുന്ന പ്രതികരണങ്ങള്? വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ഇത് ചെയ്തത് ആ. അതിന്റെ റിവ്യൂസ് എല്ലാം വരുന്നത് അതിനനുസരിച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ ഉം. വളരെ ഉം. ഉം. വളരെ ഹാപ്പിയാണ് ആ കാര്യത്തില്. എന്തായാലും ചെയ്ത് വെച്ചത് വെറുതെ ആയി പോയില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ ഭരതനാട്യം ആദ്യ ആലോചനയിൽ അതൊരു ഡാർക്ക് ഹ്യൂമർ സിനിമയായിരുന്നല്ലോ. പിന്നല്ലേ കുറച്ചുകൂടി ഫാമിലി സെന്റിമെന്റ്സിലേക്കൊക്കെ അത് വരുന്നത്. അതെ, 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 അതെ. അപ്പൊ അവിടെ ചെയ്ത് വെക്കാൻ പറ്റാതിരുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് ഇവിടെ വെച്ച് ചെയ്തു. അങ്ങനെയാണോ? അല്ല പറ്റാതിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജോണർ അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ. അതവിടെ വിട്ട് നമ്മളത് ഫാമിലി ഫീൽ ഗുഡ് എന്നുള്ള ഉള്ളിലേക്ക് നമ്മൾ ഉം. മാറ്റിയായിരുന്നു. പക്ഷെ ഇവിടെ അപ്പോൾ അത് ആ ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ ഉം. പരമാവധി നോക്കിയിട്ടുണ്ട്. ഉം. 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 അത് അരോചകമാവാത്ത രീതിയിലാവും വേണം. ഇപ്പൊ ഉം. ടുവേർഡ്സ് ഉം. അതെ, അതെ, അതെ. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ പറയാം. അതൊരു പേടിയുണ്ടായിരുന്നു നമുക്ക്. ആ, ഇതിപ്പോ എന്താവും ആ, ആ. ആളുകളെ കാണിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ വേണമായിരുന്നോ എന്നൊക്കെ തോന്നിയാലോ എന്നുള്ളത്. പക്ഷെ അതാർക്കും പ്രശ്നമായിട്ട് തോന്നിയില്ല. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് അത് കണ്ടിരുന്നത്. ഇപ്പൊ ഇതിനകത്തെ ഈ മതം, ക്ഷേത്രം ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് ഉണ്ടല്ലോ. അതിലത് സിനിമക്ക് പറയാനേ പറ്റില്ല. ഇപ്പൊ PKക്കൊക്കെ സംഭവിച്ചൊരു അവസ്ഥ സംഭവിച്ചേനെ. ഇപ്പൊ മലയാളത്തിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ, അതായത് അതെ. ബിഗ് എംഎസ് പൃഥ്വിരാജൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് ചിലപ്പോൾ ഈ സിനിമ പോയേനെ. അതെ. അതൊരു ലാഭമായി സഹിച്ചേട്ടനായതുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല അത് ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട്. എന്തും ആ. ഇപ്പൊ ഈ പറഞ്ഞ ഡാർക്ക് കോമഡി പോലും നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ എത്തിക്കാനൊക്കെ പറ്റിയത് മേ ബി ഈ ഒരു ഫ്രീഡം കൂടെ ഉള്ളതുകൊണ്ടാ. ഉം. ഉം. കുറെ ഉം. കൂടിയും വലിയ ആളുകളോട്ടൊക്കെ എത്തുമ്പോൾ ഇതിന്റെ വിസിബിലിറ്റി കൂടുന്നു എന്നുള്ളത്, പ്രശ്നങ്ങളും കൂടും, പ്രഷറും കൂടും, എല്ലാം നമുക്ക്. കാരണം ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാത്തിട്ട് ഇരിക്കുന്നുണ്ടാവും. ഉം. പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് എംസ് ആണെങ്കിലും ഉം. പൃഥ്വിരാജ് സാർ അവരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആൾക്കാര്. ഉം. 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 എന്തിനാന്ന് പോലും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്കതൊരു വെപ്പണാവും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രശ്നമില്ല. സൈജു ഉം. ചേട്ടനായതുകൊണ്ട് ഹേറ്റേഴ്സ് ഇല്ല. പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് പുള്ളി ഇപ്പോൾ അങ്ങനെ പറയും. പുള്ളിയുടെ പടത്തിലാണ് വന്നാലും വലിയ കുഴപ്പമില്ല. അത് ഇതിൽ പോയിട്ടുണ്ട്. പുലുവാരി ഇത് പറഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങളോടാവും ഇനി. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് എത്രയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ കണ്ടിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ തന്നെ അത് രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൃഹപൂജ എന്ന് പറയുന്നത്. ഇവിടെ അത് അതിന്റെ ഒരു അടുത്ത സ്കെയിലിലേക്ക് ഒരു ഒരു ഗ്രാമത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നട്ടെല്ലായിട്ട് ആ ക്ഷേത്രം മാറി എന്നുള്ളതാണ്. ഈ ആലോചനകളൊക്കെ എവിടുന്ന് വരുന്നത്? ഇത്രയും മാത്രം ക്ഷേത്രങ്ങളോടൊരു വിരോധമോ അല്ലെങ്കിൽ ഒരു 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 ക്വർക്കിനെസ് എവിടുന്ന് കിട്ടുന്നത് ഇതൊക്കെ? അല്ല വിരോധമൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ നിരീശ്വരവാദിയും അല്ല. ആ. വിരോധം അതുമല്ല, അതൊന്നുമില്ല. അതാണ് എനിക്ക് ആശ്ചര്യം. പക്ഷെ അതിലൊരു രസമുണ്ടെന്ന് തോന്നി. കാരണം നമ്മള് ഭരതനാട്യം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണത്. കാരണം നമുക്ക് ആ ഒരു വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കണല്ലോ. പോണല്ലോ. അപ്പം ആ മോൻ ചെറിയ രീതിക്ക് വരുമ്പോൾ അച്ഛനൊക്കെ വലിയ മേലെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഭരതനാട്യത്തിന്റെ സീക്വൽ മോഹിനിയാട്ടം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ അവിഹിതമായിരിക്കും നമ്മള് ആ, പിടിക്കാൻ പോകുന്ന ഒരു ഏരിയ ആ, ആ. എന്നുള്ളതായിരിക്കും.
അപ്പൊ അത് വേണ്ട. അതെന്തായാലും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇരിക്കണ്ടാവുക. നമുക്ക് ഇപ്പുറത്തെ ഒരു മാറ്റി പിടിക്കാൻ വേറെയും ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ ആ. അതിനകത്ത്. അത് ആളുകൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ അത് പിടിച്ചിട്ടാണ് പോയത്. ഈ ഹൈഡിങ് ദ മർഡർ എന്നൊക്കെ പറയുമ്പോ ഇവിടെ പോകുന്ന ചില എക്സ്ട്രീമുകളൊക്കെ ഈ തമാശയുടെ ആ ഒരു പാളി എടുത്ത് മാറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഭയങ്കര പ്രശ്നാണ്. അതെ ഞാനത് ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് ഡാർക്കാണ് കേട്ടോ ഡാർക്കാണ് കേട്ടോ എന്നിങ്ങനെ പറയാറുണ്ട്. ഇനിയിപ്പോ എല്ലാവരും എനിക്ക് പേടിയായിരുന്നു ഭരതനാട്യം തന്നെ എക്സ്പെക്ട് ചെയ്ത് വരുമോ അവിടെ എല്ലാവരും നന്മ സ്നേഹം മനസാക്ഷിയിലൊക്കെയാണ് ഭരതനാട്യം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മനസാക്ഷി ഇല്ല ഒരു എണ്ണത്തിനും. അപ്പൊ അതിനിപ്പോ വള്ളിയാകുമ്പോ എന്നുള്ള പേടിയൊക്കെ നമുക്ക് എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് മനസാക്ഷി പോവാ. ഇല്ലാത്ത ഒരു കുടുംബചിത്രം. അതെ അതെ. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ ഹാപ്പിയാ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വർക്കെല്ലാം കഴിഞ്ഞ് ബാക്കി പരിപാടി ഇറങ്ങുമ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ടൈമാണ് പിന്നെ റിലീസ് വരെ. ഇനി അത് പ്രശ്നമാവോ? ഇനി ഇത് പ്രശ്നമാവോ? അപ്പൊ ഈ ടൈമിൽ മുഴുവൻ അലർട്ട് ചെയ്തിട്ടുള്ളത് ഇതായിരുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സെക്കൻഡ് ഹാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടെക്നിക്കുകൾ ആ. ഇത് ഭയങ്കര പ്രശ്നമാവും, ചിലപ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇത്രയും ക്രൂരത കാണിക്കണോ അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല. ആക്ച്വലി റൈറ്റിംഗ് സ്റ്റേജിൽ ഇതിന്റെ പീക്കായിരുന്നു. ഓ അതായത് എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. വളരെ റോ ആയിട്ട് പോകാന്നുള്ളത്. പിന്നീട് റൈറ്റിംഗ് നമ്മൾ ഇതായ സമയത്ത് ഇതിലും റോ ആയിരുന്നു ഒറിജിനൽ. റോ ആയിരുന്നു. ഇതിനേക്കാൾ കുറെ സീനുകൾ റൈറ്റിംഗിൽ നമ്മൾ ഒഴിവാക്കി. ഐ മീൻ ടുവേർഡ്സ് ഷൂട്ടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒഴിവാക്കിയത്. കാരണം ഇതൊക്കെ എത്തിച്ച സർട്ടിഫിക്കറ്റ് AI പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട്. ഓഹോ ഹോ അപ്പൊ ഹോ നമ്മളിപ്പോ വിഷ്വലി ഇപ്പൊ ഒന്നും കാണിച്ചിട്ടില്ല. അതെ. കാണിക്കുമായിരുന്നു മുമ്പ്. ഓ ഹോ ഹോ അപ്പൊ ഹോ ഹോ. പക്ഷെ ഹ്യൂമറിലൂടെ തന്നെയാണ് അത് ഉണ്ടാവുക. പക്ഷെ ഉം. സ്റ്റിൽ ആ ഒരു വയലൻസ് സ്ക്രീനിൽ വരുമായിരുന്നു. അപ്പൊ നമ്മൾ പക്ഷെ അത് ഭരതനാട്യം എന്നുള്ളൊരു ബാഗേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് വരും. പടം ടിവിയിൽ ടെലികാസ്റ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ OTT യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ കാണുന്നവര് എനിക്ക് ചില കൂടുതലും ഫാമിലീസിന്ന് വരുന്നുണ്ടാവും മെസ്സേജ്. ഞങ്ങള് ഇന്ന് ചോറുണ്ണുമ്പോ കണ്ടു ട്ടോ. അപ്പൊ അപ്പൊ നമ്മളപ്പോ കണ്ടോണ്ടിരുന്നപ്പോ ഞങ്ങളാ ലാസ്റ്റത്തെ തെറിവിളി മാത്രാണ് മ്യൂട്ട് ചെയ്യാറുള്ളത്. വീട്ടില് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ദൈവമേ! ഇവരിനി ഇതും പറഞ്ഞ് കേറി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്നുള്ള ആ പേടി ഭയങ്കരമായിട്ട് നമ്മളെ ഭരതനാട്യത്തിന് സീക്വൽ ആണെന്നുള്ളതുകൊണ്ട് മാത്രം ഒഴിവാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു അത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പീക്ക് അടിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പ്രൊഡക്ഷൻ തോമസ് ഏട്ടനൊക്കെ ഐ മീൻ നമ്മുടെ പ്രൊഡ്യൂസർ അടിച്ചോ അതാ നമുക്ക് നോക്കാം അതൊക്കെ പറഞ്ഞിട്ട് അത് നിൽക്കണായിരുന്നത്. പിന്നെ മാർക്കൊക്കെ വന്നപ്പോൾ പിന്നെ ആകെ പ്രശ്നങ്ങളാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. മാർക്ക് കൊണ്ടിട്ടാണ് ആൾക്കാർ വഴി തെറ്റി പോകണമെന്നൊക്കെ പറഞ്ഞ് പുലിവാല ആവൂലോ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒക്കെ കട്ട് ഓഫ് ചെയ്ത് ഭരതനാട്യം ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ ആക്കി. മാർക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അല്ല ചെറുതായിട്ട്. എന്തായാലും സെക്കൻഡ് പാർട്ട് ആളുകള് ഭക്ഷണം കഴിക്കുമ്പോ കാണട്ടെ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ചില ഡയലോഗ്സിന്റെ പ്ലേസ്മെന്റുകളൊക്കെ ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ മിസ് ഔട്ട് ആയിട്ടുള്ള കുറെ ഏരിയാസ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നന്ദു പൊതുവാളുടെ ഡയലോഗ് അത്ര അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോ ആ മനുഷ്യന് കുറെ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് കുറെ സ്കോർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ചില ആക്ഷൻസ് അമ്പലത്തിലെ പ്രസാദമൊക്കെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ആദ്യം നമ്മൾ ഇത് കാണിക്കുന്നതെന്ന് വരെ തോന്നിയത്. പിന്നെ ആ സീൻ കാണുമ്പോൾ ഒരുപാട് ചിരി വരുന്നുണ്ട് അതിന്റെ ആക്ച്വൽ ട്രൂത്ത് വരുമ്പോൾ. തിയേറ്റർ മൊത്തം കിടിപോയത് അന്തരിച്ചു എന്ന് തോന്നുന്നു എന്നുള്ള ഡയലോഗാ. ആ ഡയലോഗ്, ആ റൈറ്റിംഗ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് എങ്ങനെയാ അപ്രോച്ച് അദ്ദേഹത്തിന്റെ ചെയ്തത്? ക്യാരക്ടർ ആക്ച്വലി ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഭരതനാട്യത്തില് നന്ദു ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ പല ക്യാരക്ടേഴ്സിനും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉം. ഇപ്പോൾ സ്വാതിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ജോലി പോയിട്ട് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവൻ്റെ ഭാര്യ ശ്രുതിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുട്ടികളില്ലാതുള്ള ഉം. പ്രശ്നങ്ങൾ അവനുണ്ട്. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും സൈജോന്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ ഈ അച്ഛൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ ഈ പ്രശ്നം നടന്നു എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് മൊത്തം. പുള്ളി മാത്രമാണ് അളിയൻ. പുള്ളിക്ക് മാത്രം യാതൊരു പ്രശ്നമില്ല. ഇവരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുള്ളി ആക്ച്വലി സേഫ് സോണിലായിരുന്നു അതെ ഭരതനാട്യത്തിൽ അതെ നടന്നത്. ഇയാൾക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാരണം അന്ന് സേഫ് ആയിട്ട് പോയി. ഇപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരാഴ്ചയ്ക്ക് ലൈഫിൽ റിലാക്സേഷൻ ഒക്കെ വേണ്ട എന്നും പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത് അതെ തന്നെ. അതെ അതെ അതെ. പുള്ളിക്ക് പക്ഷെ ഇത് തീരെ മറ്റൊക്കെ മറ്റേ പ്രശ്നങ്ങളൊക്കെ എങ്കിലും ഡീൽ ചെയ്ത് ഒരു ശീലമുണ്ടെന്ന് പരിചയമുണ്ട്. ഈ പുള്ളിക്ക് വന്ന് പെട്ടും പോയി കൊല്ലും ചെയ്തു. ഇതിനിപ്പോ എങ്ങനെ തിരിച്ച് പോവാ ആ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്